ഹലോ ഗായ്സ്, അപ്പോൾ നമുക്കിന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ നോക്കിയാലോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് സ്കിന്നൊക്കെ പ്രെപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ടോണർ യൂസ് ചെയ്യുന്നുണ്ട്. ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ ആണ് യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് എന്നിട്ട് മുഖത്ത് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു സിറം ഡെമോക്കോഡാണ് കേട്ടോ, ഡെമോക്കോഡ് ഒരു സിറം മുഖത്തിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ബയോട്ടിക്കിൻ്റെ തന്നെ ഒരു ഫേസ് മോയ്സ്ചറൈസറും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മുഖത്ത് നന്നായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട്. മുഖത്ത് എന്തിട്ടാലും അതുപോലെ തന്നെ നമ്മൾ കഴുത്തിലും തേച്ച് കൊടുക്കണം, അല്ലെങ്കിൽ മുഖവും കഴുത്തും കൂടെ രണ്ട് താഴ്ത്തിരിക്കും. അങ്ങനെ അതിട്ട് കൊടുത്ത ശേഷം നമ്മൾ അടുത്ത് ഇട്ട് കൊടുക്കുന്നത് ഡോക്കിൻ്റെ തന്നെ സൺസ്ക്രീനാണ്. 2 ഫിംഗർ റൂൾ വെച്ചിട്ട് നമ്മൾ കഴുത്തിലും അതുപോലെ മുഖത്തും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തേച്ച് കൊടുക്കുക, കാരണം വെയിലൊക്കെയല്ലേ കരിഞ്ഞ് പോവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻഷാൻ്റെ പൗഡറും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫൗണ്ടേഷൻ ഇട്ടുള്ള സമയം എനിക്കില്ല, കാരണം എന്നെ കണ്ണൻ ചേട്ടൻ കൊല്ലും. അതുകൊണ്ട് ഞാൻ പെട്ടെന്നൊരു പൗഡറൊക്കെ എടുത്തിട്ട് സെറ്റാക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഐബ്രോസ് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് അവൾക്കുള്ള പെൻസിലാണ്. അവൾ എന്നെ കൊല്ലും. ലച്ചു തന്നെ കേട്ടോ. അവളെ പിരികെ എഴുതാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചതാണ്. എൻ്റെ നോക്കിയിട്ട് ഇവിടെ നിന്ന് കണ്ടില്ല. അവൾ എവിടെയെങ്കിലും എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അവളതാണ് എടുത്തിട്ടുണ്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഐ ഷാഡ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ലൈറ്റ് ഷെയ്ഡാണ് ഇട്ട് കൊടുക്കുന്നത്. അത് കൈ വെച്ച് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ, കാരണം ബ്രഷ് ഒന്നും നോക്കിക്കൊണ്ടിരിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കൈ വെച്ച് തന്നെ ചെയ്യുന്നുണ്ട്. കണ്ണിൻ്റെ മുകളിലും താഴെയും ചെയ്ത് കൊടുത്ത ശേഷം കാജൽ വെച്ച് കണ്ണിൻ്റെ താഴെ നമുക്ക് വരച്ചു കൊടുക്കാം. ഞാൻ സ്മോക്ക് ചെയ്താലോ എന്നൊക്കെ ആലോചനയിലാണ് ഇരുന്ന് ചെയ്യണത്. എനിക്കറിഞ്ഞൂടാ, ഞാൻ ഓരോരുത്തരുടെ വീഡിയോസ് കാണുമ്പോൾ അത് കണ്ട് ചെയ്യാമെന്നുള്ള വിചാരത്തിലാണ് ഈ ഇരുന്ന് വരയ്ക്കണത്. എന്തരാവുമെന്ന് നിങ്ങൾ തന്നെ അവസാനം കണ്ടു. സ്മോക്കി ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കണ്ണിൻ്റെ മുകളിലും ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ ആയോ? ഓക്കെ, അടുത്ത് ഇനി നമുക്ക് കണ്ണിൻ്റെ മുകളിൽ ആദ്യം ഞാൻ കണ്ണിൻ്റെ അകത്താണ് വരച്ചത്. ഇപ്പം മുകളിലും കൂടെ ഒന്ന് വരച്ച ശേഷം നമുക്കിനി ജസ്റ്റ് ഒരു വാലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്, കാണാത്ത രീതിയിൽ. കണ്ണൻ ചേട്ടൻ ഞാൻ വന്നിരുന്നിട്ട് ഇതിൽ ഫോണിൽ നോക്കുന്നുണ്ട് കേട്ടോ ഞാൻ എന്താണ് ചെയ്യണതെന്ന്. അത് കഴിഞ്ഞിട്ട് ഒരു ബഡ്സ് എടുത്തിട്ട് നമുക്കിങ്ങനെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. ശരിയാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ഇത് ഓരോരുത്തർ ചെയ്യണ കണ്ടിട്ട് ആ ഒരു ആഗ്രഹത്തിൽ ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. കണ്ണൻ ചേട്ടൻ കണ്ണാടിയൊക്കെ വെച്ച് കാണിക്കണുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ണിൻ്റെ താഴെയും ആ ബഡ്സ് വെച്ച് തന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഞാൻ ചോദിക്കണേ കണ്ണൻ ചേട്ടാ കൊള്ളാവോ, അതാ ബോറായെന്ന് ചോദിക്കുമ്പോഴത്തേക്കും കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ബ്ലഷ് നോക്കിയിട്ട് ബ്ലഷൊന്നും അവിടെ കണ്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റുഡിയോന്ന് വാങ്ങിയൊരു ഹൈലൈറ്റർ ഉണ്ടായിരുന്നു, ജസ്റ്റ് അതെടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തേച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഐടെക്സിൻ്റെ ഒരു പൊട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും ചെറിയ പൊട്ടാണ് ഞാൻ വയ്ക്കുന്നത്, കാരണം എനിക്ക് ഒരു വലിയ പൊട്ടൊക്കെ വയ്ക്കുമ്പോഴത്തേക്ക് എനിക്ക് തലവേദന എടുക്കും. മുമ്പേ കൊച്ചിലെ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ചെറിയ പൊട്ടാണ് വയ്ക്കണത്. അപ്പോൾ അത് വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് സ്റ്റുഡിയോയുടെ തന്നെ ഒരു ലിപ്സ്റ്റിക്കാണിത്. എനിക്ക് ഈ ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ്. ബാക്കി ഒരു ഷെയ്ഡ് ഇട്ടാൽ എനിക്ക് ചേരാത്ത പോലെ എനിക്ക് തോന്നും, പക്ഷേ ഈ ഷെയ്ഡ് എനിക്കെന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അങ്ങനെ ഇപ്പോൾ 2ാമത്തെ ഇതാണ് വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ അതങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനിടയ്ക്ക് എനിക്കൊരു കോളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ പറയണതും കേട്ട് ഞാൻ ചിരിച്ചിരിച്ചിട്ടാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ വിളിച്ചത്. അവൾ പറഞ്ഞ ഓരോ കോമഡി കേട്ടിരുന്ന് ചിരിച്ചിടുന്നതാണ് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു സ്റ്റഡ് ഇട്ട് കൊടുക്കാം. മുടി എങ്ങനെ കെട്ടണമെന്ന് ഞാൻ പല രീതിയിൽ ആലോചിച്ചു. പിന്നെ ചൂടല്ല, അതുകൊണ്ട് പിരിത്തിട്ടുകൊണ്ട് പോകണ്ട, അതുകൊണ്ട് കെട്ടി വയ്ക്കാം. അങ്ങനെ ഞാൻ ഒരു പോണി ടെയിൽ കെട്ടാമെന്ന് വിചാരിച്ചിട്ട് ബണ്ണൊക്കെ എടുത്ത് കോതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ലച്ച് അവിടെ വന്നിരുന്നിട്ട് എൻ്റെ ക്രീമും കാര്യങ്ങളെല്ലാം വലിച്ച് പറക്കുകയാണ്. ഞാൻ അവളുടെ തരം ദേഷ്യപ്പെടുന്നതാണ് ഇപ്പോൾ കണ്ടത്. ഓക്കെ, ഇപ്പോഴാണ് നോക്കൂ, ഇന്നലെ ഞാൻ ഷാമ്പു വെച്ചുകൊണ്ട് ഫ്രണ്ടിലത്തെ കുഞ്ഞു മുടികളെല്ലാം എണീച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ്, കൊള്ളാവോ? ഇതാണ് എൻ്റെ സിമ്പിൾ ലുക്ക്. അപ്പോൾ നമുക്ക് ബാങ്കിൽ പോകാം. ലച്ചൂരിതാ ഒരുക്കി പറക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു. ബൈ ബൈ.